ഈ കാര്യമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യവും ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കില്ല. എന്താണ് ആ കാര്യം? ബിഫോർ ദാറ്റ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് awesome today and I'm so excited to be here with another interesting topic. So എന്തില്ലാതെയാണ് നമുക്ക് ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കാത്തത്? എനി ഗസ്? ഇറ്റ്സ് കോൾഡ് ഡിസിപ്ലിൻ. അതെ, ഡിസിപ്ലിൻ ഇല്ലാതെ നമുക്കൊരു കാര്യം ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കില്ല. ചില കാര്യങ്ങൾ നമുക്ക് ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കാത്തത് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ടാണ്. യെസ്, ലെറ്റ് ഗോ നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിന്റെ ആവശ്യമുണ്ട്. നമുക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സെർവ് ചെയ്യാത്ത, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവും സെർവ് ചെയ്യാൻ സാധിക്കാത്ത, കഴിവില്ലാത്ത കാര്യങ്ങളെ, ആളുകളെ, സിറ്റുവേഷനെ നമ്മളുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്ത് കളയുക, മോചിപ്പിക്കുക എന്നതാണ് ലെറ്റ് ഗോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് സമാധാനം തരാത്ത, നമുക്ക് സന്തോഷം തരാത്ത, നമ്മൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്ന, നമ്മൾ ഒരുപാട് അനാവശ്യമായി പേടിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊരു അൺഹെൽത്തി അറ്റാച്ച്മെന്റ് ഒക്കെ വരുന്ന പ്ലേസിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുക. ലെറ്റ് ഗോ എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഫാസ്റ്റിംഗ് എന്നത്, അല്ലെ? നമ്മൾ ഉപവസിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക. ചില ആളുകൾ റിലീജിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ അത് എന്ത് വിശ്വാസത്തിന്റെ പേരിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ കോർ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അകം ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വേറെ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യാതെ ക്ലീൻ ചെയ്യുക, വൃത്തിയാക്കുക. സോ ലെറ്റ് ഗോ എന്ന് പറയുന്നതും ഇതുപോലെയാണ്. നമുക്ക് പുതിയ കാര്യങ്ങളിലേക്ക് വരാൻ വേണ്ടി, പുതിയ കാര്യങ്ങളിലേക്ക് നമ്മളെ അലോ ചെയ്യാൻ വേണ്ടി, പുതിയ എക്സ്പീരിയൻസിലേക്ക്, പുതിയ ആളുകളിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അതുവരെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ചില ഫീലിങ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, നമ്മുടെ ചിന്തകള്, എക്സ്പീരിയൻസ്, നമ്മുടെ വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അല്ലെ? സോ അതൊക്കെ മാറ്റിയെടുക്കുന്നതാണ്, അല്ലെങ്കിൽ അതൊക്കെ വളരെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുന്നതാണ് നമ്മൾ ലെറ്റ് ഗോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ പിടിച്ചു വെക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്കൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരാൻ സാധിക്കില്ല, അല്ലെ? നമുക്ക് പേടിയാണ്, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങൾ വിട്ട് കളഞ്ഞാൽ അത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു പേടിയൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടാവും, അല്ലെ? അത് മെമ്മറീസ് ആയിരിക്കാം, ചില ആളുകളെ ആയിരിക്കാം, ചില സിറ്റുവേഷൻ ആയിരിക്കാം, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. സോ ഇതൊക്കെ വിട്ട് കളയുന്ന സമയത്ത് ഇതൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ ഇനി ഇത് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരില്ലേ എന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആ ഒരു സമയത്ത്. ഇങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാതെ ഹോൾഡ് ചെയ്യാൻ നമ്മൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഫാസ്റ്റ് ചെയ്യേണ്ടത്. ഫാസ്റ്റ് ചെയ്യാൻ മീൻസ് അതൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കളയാനുള്ള ഒരു ടൈം കൊടുക്കുക, കളയാനുള്ള ഒരു പ്രോസസ്സിൽ നമ്മൾ എൻഗേജ്ഡ് ആവുക. എന്നാൽ മാത്രമേ നമുക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ, നമ്മുടെ മൈൻഡിനൊരു വ്യക്തത കിട്ടുള്ളൂ, നമുക്കൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ, മുന്നോട്ട് എന്താണ്, അല്ലെങ്കിൽ നമുക്കൊരു റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ എന്താണോ ഇതുപോലെ വിടാതെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് ഫീലിങ്സ് ആണോ, എന്ത് സിറ്റുവേഷൻ ആണോ, ആരെയാണോ നിങ്ങൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യത്തിൽ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു സമയത്താണ് അത് ഫ്ലോ ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ, അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് വരാൻ സാധിക്കുള്ളൂ, അതിന് മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. അതല്ലാതെ നമ്മൾ സിറ്റുവേഷൻസ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത്, ലെറ്റ് ഗോ ചെയ്യാതെ നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം നമുക്ക് മാറ്റത്തിലേക്ക് പോകണ്ട, നമ്മൾ അവിടെ തന്നെ ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുകയാണ്, വിടാതെ ആ ഒരു സിറ്റുവേഷനിൽ പിടിക്കുകയാണ്. ആ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുക? നമുക്ക് തന്നെയാണ് ഹേർട്ട് ആവുക, അല്ലെ? ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു സിറ്റുവേഷൻ നമുക്ക് ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കാം? ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള ചില ഫീലിങ്സ് ആയിരിക്കാം, അല്ലെ? ഒരു മിസ്സിംഗ് ആണ് നമ്മൾ കൂടുതൽ കണക്ട് ചെയ്യുക. ആൻഡ് അതാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഒരു കാര്യം ഒരുപാട് മിസ് ചെയ്തതുകൊണ്ടോ, ഒരു കാര്യത്തെ ഓവർ അനലൈസ് ചെയ്തതുകൊണ്ടോ, ഓവർ തിങ്ക് ചെയ്തതുകൊണ്ടോ സിറ്റുവേഷനിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. പകരം നിങ്ങൾ എത്രമാത്രം ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അത്രമാത്രം നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാതെ അവിടെ ഒരേ അവസ്ഥ തന്നെ നിങ്ങൾ, അല്ലെങ്കിൽ ഒരേ അവസ്ഥയിൽ കൂടെ തന്നെ, ആ ഒരു സർക്കിൾ കൂടെ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് അവിടെ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവിടെ മാറ്റം സംഭവിക്കാതെ നിങ്ങൾ ഒരേ അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ഒരു കാര്യം മിസ് ചെയ്യുന്നതും അതിന്റെ ഒരു ലാക്നെസ്സും ആണ്, അല്ലെ?
ലെറ്റ് ഗോ എന്ന് പറയുന്നത് ഒരു പാസീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അല്ല. അതായത് നമ്മൾ അലസമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ വേണം. അതായത് ലെറ്റ് ഗോ എന്ന് പറയുന്നത് വെറുതെ മൂവ് ഓൺ ചെയ്ത് കളയുക എന്നുള്ളതല്ല. ചില ആളുകൾ പലപ്പോഴും ലെറ്റ് ഗോ ചെയ്യുന്നത് എന്തിനാണ്? അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എവിടെയാണോ അവർ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത് അത് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റൻഷനലി ആളുകൾ ലെറ്റ് ഗോ ചെയ്യുന്നത്, അല്ലെ? അവിടെ നമ്മൾ ലെറ്റ് ഗോ എന്ന് പറയുന്നത് പ്രിറ്റൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അവിടെ സംഭവിക്കുന്നില്ല. ഒരു റിയൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് അവിടെ സംഭവിക്കുന്നില്ല. അങ്ങനെ സംഭവിക്കാത്തിടത്തോളം കാലം അതൊരു ലെറ്റ് ഗോ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ലെറ്റ് ഗോ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് പ്രിറ്റൻഡ് ചെയ്യല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബ്രേക്കപ്പിലാണ്. ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തിരിച്ച് അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. പക്ഷെ നിങ്ങൾ ആക്ച്വലി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാവും, അല്ലെ? ഇന്റൻഷനലി നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കാണ്. ഇന്റൻഷനലി നിങ്ങൾ ആ വ്യക്തിയുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്യും. സ്റ്റാറ്റസ് ഇടുന്നതായിരിക്കാം, സ്റ്റോറി ഇടുന്നതായിരിക്കാം, പല രീതിയിൽ ആ വ്യക്തിയുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ ആ ഒരു ലെറ്റ് ഗോ പ്രോസസ്സിലായിരിക്കാം. ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെ? നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല, നമ്മൾ അവരെ കെയർ ചെയ്യുന്നില്ല, നമ്മൾ അവരെ നോക്കുന്നേ ഇല്ല എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മുടെ രണ്ട് കണ്ണും 24 hours അവിടെ തന്നെ ആയിരിക്കാൻ നിൽക്കുന്നുണ്ടായിരിക്കുക, അല്ലെ? ആ ഒരു ഓർമ്മയിൽ തന്നെ ആയിരിക്കാൻ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കുക. ലെറ്റ് ഗോ എന്ന് പറയുമ്പോൾ അവിടെ ആക്റ്റീവ് ആയിട്ടുള്ള ചോയ്സ് ഉണ്ടാവണം, അവിടെ ഡിസിപ്ലിൻ ഉണ്ടാവണം. ആ ഒരു സമയത്താണ് അതിന്റെ ഒരു ഇന്റൻസിൽ നമുക്ക് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കുക. നമ്മളുടെ ഉള്ളിൽ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ക്ലെൻസിങ് പ്രോസസ്സ് സംഭവിക്കുക. കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ സ്റ്റക്ക് ആയിട്ട് നിർത്തുന്നില്ല, ഒന്നും പിടിച്ചു നിർത്തുന്നില്ല, എല്ലാം നമ്മൾ പുറത്തേക്ക് കളയാണ്. ചില കാര്യങ്ങൾ വിട്ട് കളയാനുള്ള ധൈര്യം കാണിക്കണം. ചില കാര്യങ്ങൾ നമ്മൾ ആക്റ്റീവായിട്ട് അതുപോലെ എൻഗേജ്ഡ് ആവണം. ജസ്റ്റ് പ്രിറ്റൻഡ് ചെയ്യല്ല. ചില കാര്യങ്ങൾ ഇന്റൻഷനലി നമ്മുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ വേണ്ടി അങ്ങനെയല്ല നമ്മൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത്. ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയാനുള്ള ധൈര്യം കാണിക്കണം. നിങ്ങൾ എന്താണോ അതിന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ എന്താണോ കണക്ട് ചെയ്യുന്നത്, നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് ആ വ്യക്തിയുടെ അടുത്ത് തോന്നുന്നുണ്ടാവും. മെയിൻലി നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയെ വീണ്ടും കോൾ ചെയ്യാനും സംസാരിക്കാനുമുള്ള ഒരു ക്രേവ് ഉണ്ടായിരിക്കണം, ആ ഒരു ത്വര ഉണ്ടായിരിക്കാം, അല്ലെ? ആ ഒരു ഏർജ് ഫീലിങ്സ് ഉണ്ടായിരിക്കാം. ആൻഡ് ആ വ്യക്തി എന്താണ് ചെയ്യുന്നത്, ആ വ്യക്തി ഓൺലൈൻ ഉണ്ടോ, ഓഫ്ലൈൻ ഉണ്ടോ, സ്റ്റോറി ഇട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തി കാണാൻ വേണ്ടി, അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, അവർ അട്രാക്റ്റഡ് ആവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് സ്റ്റോറി അവർക്ക് വേണ്ടി, അവർ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ മാത്രം സെലക്ട് ചെയ്ത് സ്റ്റോറി കാണിക്കുന്ന ആളുകളും ഉണ്ട്, അല്ലെ? വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇടുന്ന ആളുകളുണ്ട്. ഇതൊക്കെയാണ് ആക്ച്വലി നമ്മൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത്. ഇതിലാണ് നമ്മൾ ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ടത്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാതെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെ? എന്താണോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആരെയാണോ നിങ്ങൾക്ക് ഇതുപോലെ ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കാത്തത്, ഇങ്ങനെ വിട്ടുകളയാൻ സാധിക്കാത്തത്, ആ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഫീലിങ്സ് ഉണ്ട്, അല്ലെ? ഒന്നുകിൽ നിങ്ങൾ ആ ഒരു കാര്യം, ആ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നതാണ്. അതാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്ന, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ടൈം, എനർജി, എഫേർട്സ് എല്ലാം നിങ്ങൾ അതിലൊരുപാട് ഇൻവെസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ അതിലൊരുപാട് കൺഫ്യൂസ്ഡ് ആവുകയാണ്, അല്ലെ? നിങ്ങൾ ഒരുപാട് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിലും ഒരു വ്യക്തത നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് കിട്ടുന്നില്ല, അല്ലെ? ഈ ഒരു കാര്യമാണ് നമ്മൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത്. അത് നമ്മൾ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അവിടെയാണ് നമ്മൾ ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ടത്. ഇങ്ങനെ നിങ്ങളൊരു ഫാന്റസി വേൾഡിൽ കൊണ്ടുവെക്കുന്ന, ഒരു സങ്കടത്തിന്റെ ഒരു കടലിൽ കൊണ്ടു നിർത്തുന്ന അതുപോലത്തെ ഓർമ്മകളും അതുപോലത്തെ തോട്ട്സും അതുപോലത്തെ ഒരു മിസ്സിംഗ് ഫീലിങ്സും, ആ ഒരു കാര്യത്തെ നിങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടിട്ട് നിങ്ങളുടെ മനസ്സമാധാനം, ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സമാധാനത്തിന് നിങ്ങൾ കൺസിഡറേഷൻ കൊടുക്കുക, അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. അതാണ് ലെറ്റ് ഗോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊരു കാര്യമല്ല നിങ്ങൾ വിട്ടുകളയുന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ വിട്ടുകളയേണ്ട ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫീലിങ്സ്, സ്ട്രഗിൾ എന്താ എന്നുള്ളത്, അല്ലെ? ആ ഒരു സ്ട്രഗിൾ ആണ് നിങ്ങൾ വിട്ടുകളയേണ്ടത്. നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? ജസ്റ്റ് ഇമാജിൻ, നമുക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? നമ്മൾ ആരെയാണോ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്, ആ വ്യക്തിയെ നമ്മൾ പിറകെ നടന്ന് അവരറിയാതെ നമ്മൾ വാച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ സോഷ്യൽ മീഡിയാസിൽ പോയി നോക്കുന്നതായിരിക്കാം, അവരെന്ത് ചെയ്യാണ്, ആരുടെ കൂടെയാണ്, അവരെന്ത് സ്റ്റോറി ഇട്ടു, ആർക്ക് വേണ്ടി സ്റ്റോറി ഇട്ടു, ആരായിട്ട് സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ ഗവേഷണം നടത്തിയതുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേഷനൊക്കെ നമ്മൾ ഗ്യാദർ ചെയ്തുകൊണ്ട് എന്ത് ഗുണമാണ് നമുക്ക് ഉണ്ടാവുന്നത്? നമ്മുടെ മനസ്സമാധാനം ഇല്ലാതാവാണ് അവിടെ ചെയ്യുന്നത്.
അല്ലെ? നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ആണ് അവിടെ ഇല്ലാതാവുന്നത്. അതാണ് നമ്മൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ സമാധാനം കെടുത്തുന്ന ആ ഒരു കാര്യങ്ങളെയാണ് നമ്മൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത്. ഏത് റിലേഷൻഷിപ്പ് ആണോ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വർക്ക് ആവാത്തത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ, എന്ത് സിറ്റുവേഷൻ ആണോ ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് സെർവ് ചെയ്യാത്തത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും അവിടുന്ന് സെർവ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ മനസ്സമാധാനം ചൂസ് ചെയ്ത് നമ്മൾ ആ ഒരു വഴിക്ക് പോകുന്നതാണ്. അതിന് ഡിസിപ്ലിന്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ നമുക്ക് ഒരു ധൈര്യം വേണം. ചില കാര്യങ്ങൾ വിട്ടുകളയാൻ, ഞാൻ എൻ്റെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, സമാധാനം ഉണ്ടാക്കുന്ന കാര്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഈവൻ എത്ര ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, എനിക്ക് അറിയണമെന്ന് തോന്നിയാൽ പോലും, എനിക്ക് എത്ര ഏർജ് അല്ലെങ്കിൽ ഒരു ത്വര ആ ഒരു കാര്യം എന്താ എന്ന് അറിയണം എന്നുണ്ടെങ്കിലും, അറിഞ്ഞാൽ അല്ലെങ്കിൽ അതിലേക്ക് വീണ്ടും നോക്കിയാൽ എന്റെ സമാധാനം ഇല്ലാതാവാണ്, എന്റെ അന്നത്തെ ദിവസം ഇല്ലാതാവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സമാധാനത്തിന് പ്രയോറിറ്റി കൊടുക്കുക. സിംപ്ലി പറഞ്ഞാൽ അതാണ് ലെറ്റ് ഗോ എന്ന് പറയുന്നത്. അതൊരു ഹാബിറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരിക, അതൊരു ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ എടുക്കുക. എങ്ങനെയാണ് നമ്മൾ അത് ഡിസിപ്ലിനിലേക്ക് കണക്ട് ചെയ്യേണ്ടത്? നമുക്ക് ആ ഒരു ഏർജ് ഉണ്ടാവും, നമ്മൾ കോണ്ടാക്ട് ചെയ്യണം, അവരെ വിളിച്ചു നോക്കാം, സംസാരിച്ചു നോക്കാം എന്നുള്ളത്. സോ അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് ഓവർനൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പല ആളുകളും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരുപാട് ലെറ്റ് ഗോ ചെയ്യാൻ നോക്കി, ഞാൻ കുറെ ദിവസം സംസാരിക്കാതെ നോക്കി, വിളിക്കാതിരിക്കാൻ നോക്കി, പക്ഷെ എനിക്ക് ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കുന്നില്ല, പിന്നെ എനിക്ക് അവിടെ പോവാൻ, അതൊക്കെ നോക്കാൻ, അത് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ സാധിക്കാത്തത്? അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഇല്ല. ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു പുതിയ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയാണ്, നമ്മൾ ജിമ്മിൽ പോകുന്നത് പോലെയാണ്, നമ്മൾ ചില കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഒരു ചെടി നടുന്നത് പോലെയാണ്. അത് ഓവർനൈറ്റ് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്, റൈറ്റ്? എസ്പെഷ്യലി ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില കാര്യമുണ്ട്, നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പക്ഷെ നിങ്ങൾ അത് എത്രമാത്രം സ്ട്രോങ് ആയിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്, അതൊരു കെട്ടിക്കുടുക്കാക്കി വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ഒരു ടൈം വേണം നിങ്ങൾക്ക് ആ ഒരു കാര്യം ഊരിയെടുക്കാൻ വേണ്ടി. ചില ആളുകൾക്ക് അത് പെട്ടെന്ന് നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, നിങ്ങളൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് കുറച്ച് സമയത്തിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് വരാൻ സാധിക്കും. നിങ്ങൾ പിന്നീട് നിങ്ങളുടെ ഒരു മനസ്സമാധാനം കൂടുതൽ കണക്ട് ചെയ്യും, നിങ്ങൾക്ക് മൈൻഡിന് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും, ആൻഡ് നിങ്ങൾ കുറച്ചുകൂടി ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ചില ആളുകൾ അത് മൊത്തത്തിൽ കെട്ടുകൊടുക്കാക്കി വെച്ചിട്ടുണ്ടാവും, ബീടാണ്ട് പിടിച്ച് 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 പറ്റില്ല, ഇതില്ലാണ്ട്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പോയാലോ, ആ കാര്യം പോയാലോ, ആ സിറ്റുവേഷൻ പോയാലോ എന്ന് വിചാരിച്ച് എങ്ങനെ പിടിച്ചു നിന്ന്, അല്ലെങ്കിൽ അതിന്റെ ഒരു സെന്റിമെന്റൽ ട്രാക്കിൽ നിന്ന്, അൺഹെൽത്തി ആയിട്ട് ഒരു അറ്റാച്ച്മെന്റിൽ നിന്ന് ആ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഊരാക്കുടുക്കാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനത്തെ ആളുകൾക്ക് ടൈം വേണം ആ ഒരു പുതിയൊരു ഹാബിറ്റിലേക്ക് വരാൻ വേണ്ടി, ആ ഒരു ഭാഗത്തേക്ക് നോക്കാതിരിക്കാൻ വേണ്ടി, ആ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി, അങ്ങനത്തെ ഒരു ഓവർ തിങ്ക് വരുന്ന സമയത്ത് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 1-2 മാസം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. നമുക്കറിയാം 21 days നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചില കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു പുതിയ ഹാബിറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെ? സോ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആണ്, നിങ്ങൾ ചില കാര്യങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ഒരു കാര്യത്തിനെ പറ്റി ഓവർ തിങ്ക് ചെയ്യുക, ഓവർ അനലൈസ് ചെയ്യുക, ഒരു കാര്യം ഒരുപാട് മിസ് ചെയ്യുക, ഇരുന്ന് കിടന്ന് ആലോചിക്കുക, ഒരു ദിവസം മൊത്തം ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ആലോചിച്ചിരിക്കുക, ഒരാളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക, അവരെന്ത് ചെയ്യുന്നു, അവര് ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. ഇതൊക്കെ ഒരു അഡിക്ഷൻ ആയിട്ട് നോക്കി നടക്കുന്ന ആളുകളുണ്ട്, ചെയ്യുന്ന ആളുകളുണ്ട്. സോ നിങ്ങൾ എത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടോ അത്രമാത്രം ടൈം വേണം നിങ്ങൾക്കത് ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരാൻ. പക്ഷെ ഇത് നിങ്ങൾക്ക് ഒട്ടും ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവിടെ ഡിസിപ്ലിൻ ഉണ്ടാവണം. ഓരോ ദിവസവും ഇന്ന് ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാതിരുന്നാൽ അതെന്റെ ഉള്ളിൽ നിന്ന് പോയി പോവോ, മറന്നു പോവോ, അത് നഷ്ടപ്പെട്ടു പോവോ, ഇതൊക്കെ നമ്മളുടെ ഒരു അൺഹെൽത്തി അറ്റാച്ച്മെന്റ് എന്ന് വരുന്ന വിശ്വാസങ്ങളാണ്. ഇതുപോലത്തെ തോന്നലുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അൺഹെൽത്തി അറ്റാച്ച്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ്. ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് ഇതിന്റെ മേലെയൊക്കെ എന്റെ സമാധാനമാണ് വലുത് എന്ന് ചിന്തിക്കുന്നിടത്താണ് ആ ഒരു ലെറ്റ് ഗോ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത കാര്യങ്ങള്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ സെർവ് ചെയ്യാത്ത കാര്യങ്ങള് വിട്ടുകളയുന്ന സമയത്താണ്, അല്ലെങ്കിൽ അതിന്റെ മേലെ നിങ്ങൾ എന്റെ സമാധാനമാണ് വലുത് എന്ന് വിചാരിക്കുന്ന സമയത്താണ് അവിടെ ലെറ്റ് ഗോ സംഭവിക്കുന്നത്. നിങ്ങൾ ഇന്റൻഷനലി ലെറ്റ് ഗോ ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ വേണ്ടി, അല്ലെങ്കിൽ
ചില അട്രാക്ഷൻ ഉണ്ടാവാൻ വേണ്ടി നമുക്കറിയാം ലെറ്റ് ഗോ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ കൂടുതൽ അട്രാക്റ്റഡ് ആക്കുന്ന ഒരു കാര്യമാണ്. അത് റൈറ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഇന്റൻഷനലി ഇങ്ങനെ ലൈക്ക് നമ്മൾ പാസീവ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് അവിടുന്ന് വരില്ല. അവിടെ ആക്റ്റീവ് ആയിട്ടുള്ള ചോയ്സ് ഉണ്ടാവണം, ആക്ഷൻ ഉണ്ടാവണം. ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് നോക്കില്ല, എനിക്ക് എത്ര ക്രേവ് തോന്നിയാലും ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് നോക്കില്ല. നോക്കിയാൽ എന്റെ സമാധാനം ഇല്ലാതാവാണ്, എന്റെ ടൈം പോവാണ്, എന്റെ എനർജി വെറുതെ വേസ്റ്റ് ആവാണ്. അതുകൊണ്ട് ഞാൻ എന്റെ സമാധാനമാണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ എത്ര ആളുകൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്? അങ്ങനെ എത്ര ദിവസം നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ട്? നിങ്ങൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ദിവസം നിൽക്കാൻ സാധിക്കുമോ? നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് നിങ്ങൾക്കൊരു ശരിക്കുള്ള ഒരു അട്രാക്ഷൻ സംഭവിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ സിറ്റുവേഷൻ അറിഞ്ഞോ അറിയാതെയോ ട്രസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്സിൽ എൻഗേജ്ഡ് ആവുന്നത്, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അലോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല നിങ്ങൾ ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നത്, പക്ഷെ നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി. സോ ലെറ്റ് ഗോ അതിന്റെ ഒരു റിയൽ വർക്ക് ചെയ്യുന്നത്, റിയൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇതുപോലത്തെ ഡിസിപ്ലിൻ, അല്ലെങ്കിൽ അവിടെ നമ്മൾ അത്യാവശ്യമായിട്ട് എടുക്കേണ്ട ഒരു ഡിസിപ്ലിനിലേക്ക് വരുന്ന സമയത്താണ് റിയൽ ആയിട്ടുള്ള ഒരു ലെറ്റ് ഗോ സംഭവിക്കുന്നത്. അവിടുന്നാണ് നമുക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. Hope you like this video. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.